സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ച്, അതായത് പിണറായി സർക്കാരിനെ അനുകൂലിച്ച് സംസാരിച്ചതിന് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട ഒരാളാണ് മണിശങ്കർ അയ്യർ. അതായത് കോൺഗ്രസിൽ നിന്നുള്ളവർ തന്നെ ഭയങ്കരമായിട്ട് പുള്ളിയെ വിമർശിക്കുകയും സ്വാഭാവികമായിട്ടും അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അവരുടെ പാർട്ടിക്കകത്ത് ഇരുന്നു കൊണ്ട് സർക്കാരിന് അനുകൂലമായിട്ട്, പിണറായി സർക്കാരിന് അനുകൂലമായിട്ട് പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിൻ്റെ പേരിൽ വലിയ വിമർശനം ഉണ്ടായി. പക്ഷെ ഇതുകൊണ്ടൊന്നും മണിശങ്കർ അയ്യർ പുറകോട്ട് പോകുന്നില്ല. മണിശങ്കർ അയ്യർ കഴിഞ്ഞ ദിവസം ടെലഗ്രാഫിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞത്, അതായത് രാഹുൽ ഗാന്ധി, ഇത് കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയാണെന്ന് തുറന്നു പറഞ്ഞു. അതുപോലെ കെ.സി. വേണുഗോപാലിനിട്ട് ഒരു കൊട്ടു കൊടുത്തിട്ടുണ്ട്. അതായത് കെ.സി. വേണുഗോപാലാണ് ഏറ്റവും വലിയ റൗഡി, കോൺഗ്രസിലെ ഏറ്റവും വലിയ റൗഡി എന്നും പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് എന്തായാലും വലിയ രീതിയിൽ കത്താൻ പോവാണ്. വലിയ രീതിയിൽ കത്തും. രവിശങ്കർ അയ്യരെ എങ്ങനെങ്കിലും അടിച്ച് പുറത്താക്കാനുള്ള നീക്കം എന്തായാലും ഇപ്പൊ അവർ തുടങ്ങിയിട്ടുണ്ടാവും. ശരിയല്ലേ? അല്ല, അത് വേറൊരു കാര്യമുണ്ട്. ഈ മണിശങ്കർ അയ്യർ ഇതിനകത്ത് ഇല്ല, കോൺഗ്രസ് പാർട്ടിയുടെ അംഗമല്ല എന്ന് ഒരു AICCയുടെ ചുമതലയുള്ള ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ട്. പവൻ ഖേര പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസിന്റെ അംഗമൊന്നും അല്ല. പക്ഷേ കോൺഗ്രസ്സുകാർ ഇതിനോട് പുലർത്തുന്ന ഒരു സമീപനം ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കി, ഈ ഒരു അലവലാതി എന്ന് ജിൻഡോ ജോൺ വിളിച്ചു. അങ്ങനെയൊക്കെയാണോ ഒരു മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ഇങ്ങനെ അലവലാതി, സാധാരണ മനുഷ്യരുടെ വികാരങ്ങൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണോ ചെയ്യേണ്ടത്? രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്ത് രാജ് മന്ത്രിയാണ് ഈ പറയുന്ന മണിശങ്കർ അയ്യർ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രാധാന്യമെങ്കിലും നേതാക്കന്മാർ കൊടുക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ നോക്കൂ, സച്ചിദാനന്ദൻ എന്ത് മോശമായിട്ടാണ് പറഞ്ഞത്. സച്ചിദാനന്ദനെ CPM-ന്റെ ഏതെങ്കിലും നേതാക്കന്മാർ അയാൾ അലവലാതിയാണെന്നോ മറ്റോ വല്ലതും വിളിച്ചു പറഞ്ഞു? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഏതെങ്കിലും നേതാക്കന്മാർ അവരെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. അതുപോലെ ഇപ്പൊ പ്രേംകുമാർ ചാടാൻ നിൽക്കുന്നു. പ്രേംകുമാറിനെ എന്തെങ്കിലും മോശമായ വാക്കുകൊണ്ട് പരാമർശിച്ചിട്ടുണ്ടോ? പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾക്കെതിരെ നമ്മൾ അങ്ങനെ മോശമായി പറയാറൊന്നുമില്ല. പക്ഷെ അതേസമയം ഈ ജിൻഡോയെ പോലുള്ളവരുടെ നാക്കിന് കടിഞ്ഞാനിടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് വിമർശന ബുദ്ധിയെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് കോൺഗ്രസ് ചെയ്യേണ്ടത്. ഒരു പിന്നെ സ്വന്തം നേതാവ് പോലും, സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവ്, പുള്ളി ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിലല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അയാൾ വന്നിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി ഭയങ്കര സംഭവമാണെന്നും കേരളത്തിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ വളരെ മികച്ച ഒരു വണ്ടർഫുൾ ആണ് എന്നും ഒക്കെ വന്നു നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ അതിനെ വിമർശന ബുദ്ധിയെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ശരിക്കും ഒരു പാർട്ടി നേതാക്കന്മാർ ചെയ്യേണ്ട ഒരു കാര്യം. അണികൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത്, ഇപ്പോൾ ജിൻഡോയെ പോലുള്ള ഒരു പൊട്ടന്മാർ അവരെന്ത് ചിന്തിക്കും എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയില്ല. കാര്യം അവരൊക്കെ യുവത്വത്തിൻ്റെ തിളപ്പമായിട്ട് ഉണ്ട് എന്ന് നടിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളത് മാത്രമല്ല, ഇപ്പം അതിനോടൊക്കെ ഒരു അനുഭാവപൂർവമായ ഒരു നീക്കമായിരുന്നു, സമീപനമായിരുന്നു ശരിക്കും രമേശ് ചെന്നിത്തലയെ പോലെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ നടത്തേണ്ടിയിരുന്നത്. എന്നാൽ ചെന്നിത്തലയൊക്കെ അതിനെ അങ്ങ് പാടെ അവഗണിക്കുന്ന, അതിൽ പാർട്ടി നേതാവൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളയാണ് ചെയ്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആത്മവിമർശനാത്മകമായി അതിനെ സ്വീകരിച്ചുകൊണ്ട് തിരുത്തൽ വരുത്തേണ്ടത് തിരുത്തൽ വരുത്തുകയും ചെയ്യുകയാണ് ശരിക്കും വേണ്ടത്. അത്തരത്തിലുള്ള ഒരു തിരുത്തലുകൾ വരുത്താത്തതിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് ശരിക്കും ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്ന അപജയത്തിന് കാരണം എന്ന് പറയുന്നത്. ഈ രവിശങ്കർ പറഞ്ഞതുപോലെ, മണിശങ്കർ പറഞ്ഞതുപോലെ ഈ ഇതിനകത്തു, അതായത് നെഹ്റു കുടുംബത്തിൽ നിന്ന് പുറത്തു വരാതെ കോൺഗ്രസിന് ഇനി രക്ഷയില്ല. അത് ശരിയല്ലേ? തരൂരും പറഞ്ഞിരുന്നല്ലോ. തരൂരും പറഞ്ഞല്ലേ? അപ്പൊ തരൂര് പറഞ്ഞപ്പോ തരൂരിനോട് ആരൊന്നും സംസാരിക്കാൻ ചെന്നില്ലല്ലോ. തരൂരിനോടൊന്നും പറഞ്ഞില്ല. തരൂര് പുസ്തകം എഴുതി, ഇവിടെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം നെഹ്റു കുടുംബമാണെന്ന്. രാഹുൽ ഗാന്ധിയുടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം ജവഹർലാൽ നെഹ്റു കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി കഴിഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി. അന്ന് ഇവർക്ക് പ്രായം വലുതായിട്ട് എത്താത്തത് കൊണ്ട് ഭാര്യയ്ക്ക് കൊടുത്തു സോണിയാഗാന്ധി. ഇങ്ങനെയാണോ നയിക്കപ്പെടേണ്ടത്? ഇങ്ങനെയാണോ ഒരു രാജ്യത്തിലെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതി മുന്നോട്ട് പോകേണ്ടത്? ഇതിനെല്ലാം പോയി പിന്നെ വാഴ്ത്തുപാട്ട് പാടാൻ വേണ്ടി കുറെ കോൺഗ്രസ് നേതാക്കന്മാരും ചുറ്റുവട്ടത്തുണ്ട്. നമ്മൾ നോക്കേണ്ടത് രാഹുൽ ഗാന്ധി ഏറ്റവും വലിയ തികഞ്ഞ പരാജയമാണ് എന്നുള്ള കാര്യം നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാവിധ ജനങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞു. എന്തിനേറെ പറയാൻ, ഇന്ന് കോൺഗ്രസിൽ നിൽക്കുന്ന പലരും ഇന്ന് അവരുടെ അച്ചാരം വാങ്ങി ജീവിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയും കാലമായിട്ട് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പണി ചെയ്ത് കാശുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. പണി ചെയ്ത് ഇപ്പം ഇവിടെ നമുക്കറിയാം, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റുന്ന സമയത്ത് ജർമ്മനി പോയി BMW-ന്റെ ബൈക്കിൽ കയറി വണ്ടി ഓടിച്ചു കളിക്കുകയായിരുന്നു ആര്? രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ്. അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇവിടെ ഭാരത് ജോഡോ യാത്ര നടത്തി, ഭാരത് ന്യായ യാത്ര നടത്തി. ഈ ന്യായ യാത്ര നടത്തിയതിൻ്റെയും ജോഡോ യാത്ര നടത്തിയതിൻ്റെയും ഒക്കെ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇപ്പം ഇദ്ദേഹം തന്നെ പറയുന്നത്, മണിശങ്കർ അയ്യർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി പലതവണ സമയം ചോദിച്ചിരുന്നു, സോണിയാഗാന്ധി അനുവദിച്ചിരുന്നില്ല. നമ്മൾ വേറൊരു തലമുറ നോക്കണം. ഇതേ സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്.
ശരിയാ. അല്ലെ? പാർട്ടിയിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് മണിശങ്കർ അയ്യർ, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താവും എന്തും ആയിക്കൊണ്ട് പോട്ടെ, അങ്ങനെയുള്ള ഒരാൾക്ക് പോലും ഒരു അവസരം കൊടുത്തില്ല. കാണാൻ അവസരം കൊടുക്കാതിരുന്നിട്ട് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ കയറാനും കയ്യെ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കാനോ ചരട് കെട്ടിക്കൊടുക്കാനോ സാധിച്ചു. എങ്ങനെ പറ്റുന്നുണ്ട് ഇത്? അപ്പം ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ അപജയം എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൽ ഞാൻ ചോദിക്കട്ടെ, ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമ്മൾ കെ സി വേണുഗോപാലിനെ കുറിച്ച് ഇപ്പം കെ സി അടുക്കളക്ക് ഏറ്റവും കപ്പതീറ്റിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഈ കെ സി വേണുഗോപാൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിന് ഇടയ്ക്ക്, അതായത് 2014 മുതൽ ഇവിടെ NDA സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. ഈ NDA സർക്കാരിനെ താഴെ ഇറക്കുന്നതിനും ഇതിൻ്റെ ഒരു വ്യാപനം ചെറുക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ പല സംസ്ഥാനങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ഓരോ സംസ്ഥാനങ്ങളായി നമുക്ക് ഹരിയാന ഒരു കാരണവശാലും NDAക്കൊപ്പം നിൽക്കില്ല എന്ന് വിശ്വസിച്ചാണ്. കാര്യം എന്താണ്? അവിടുത്തെ ഒരു ജാട്ട് സമുദായം, ആ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ, അത് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, കർഷകരുടെ പ്രശ്നങ്ങൾ, ആ കർഷകരെ ഒതുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തോ വിത്ത് വിതയ്ക്കാനോ അവരുടെ നിരീക്ഷിക്കാനോ വേണ്ടിയിട്ട് ഉപയോഗിച്ച് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്കെതിരെ ഷെല്ലാക്രമണം നടത്തി, ബോംബുകൾ, ഗ്രനേഡ് ആക്രമണം കർഷകർക്കെതിരെ നടത്തി. അങ്ങനെ കർഷക സമരം, മണിപ്പൂരിൽ നടക്കുന്ന കുക്കി മെയ്തി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഗുസ്തി താരങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ, ജന്തർ മന്ദിറിൽ അവർ സമരം ഇരിക്കുകയും അവർക്ക് കിട്ടിയ മെഡലുകൾ യമുന നദിയിലേക്ക് ഒഴുക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഇത്രയും കൂലങ്കഷമായ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി തന്നെ നിലനിൽക്കും. ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന, ശരൺ സിംഗ് എന്ന് പറയുന്ന ഒരു ഗുസ്തി ഫെഡറേഷൻ്റെ അധ്യക്ഷനെതിരായിട്ടാണ് ആ ഗുസ്തി താരങ്ങൾ സമരം ചെയ്തത്. ലൈംഗിക പീഡന ആരോപണം ഉയർത്തിക്കൊണ്ടാണ്. എന്നിട്ട് അതിനെ ഒന്ന് പൊളിറ്റിക്കലൈസ് ചെയ്ത് അതിനെ ഉയർത്തിക്കൊണ്ട് വന്ന് BJPക്കെതിരായ ഒരു ബ്രഹ്മാസ്ത്രം എന്നുള്ള നിലയിൽ ഉപയോഗിക്കേണ്ടിയിരുന്ന ഒരു സാധനം ഹരിയാന എന്ന് പറയുന്ന ഒരിടത്ത് നിന്ന് നേരിടേണ്ടിയിരുന്ന, ഹരിയാനയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന് ലഭിക്കേണ്ടിയിരുന്ന ഒരു വലിയ പ്രാധാന്യം, ഇതൊക്കെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത്? ഇതൊക്കെ എങ്ങനെ നഷ്ടപ്പെട്ടു? ഭൂപേന്ദ്ര ഹൂഡ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലേക്ക് കോൺഗ്രസിന്റെ താക്കോൽ ഏൽപ്പിച്ചു കൊടുത്തു. അതായത് AICC എന്ന് പറയുന്ന വെറും നോക്കൂത്തിയാണെന്ന് മനസ്സിലായി. ആം ആദ്മി പാർട്ടിയായിട്ടുള്ള ഒരു പിന്നെ ഭിന്നിപ്പുണ്ടാകുന്ന അവിടെയല്ലേ. ആം ആദ്മി പാർട്ടി സ്വന്തം നിലയ്ക്ക് അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തി തുടങ്ങി. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി, അതായത് ഇന്ത്യ മുന്നണി എന്ന് പറയും, ആ ഇന്ത്യ മുന്നണിക്ക് എന്താ സംഭവിച്ചത്? അവിടെ പിന്നെ ഹരിയാന തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ അതിന് ചരമഗീതം എഴുതി തുടങ്ങി. ആ മുന്നണിക്ക്, ഇന്ത്യ മുന്നണിക്ക് ചരമഗീതം എഴുതി തുടങ്ങി. ആര് കാരണമാണ്? അപ്പോൾ രാഹുൽ ഗാന്ധി കഴിവുകെട്ട ഒരു നേതാവാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നില്ലേ? സ്വന്തം PCCയിൽപ്പെട്ട ഹരിയാന PCCയിലുള്ള ഒരു കുറച്ചധികം നേതാക്കന്മാരെ കൺട്രോൾ ചെയ്യാനും അവിടെ ആം ആദ്മി പാർട്ടി ദേശീയ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ സഖ്യകക്ഷിയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും അതിനനുസരിച്ച് അവരുമായി സീറ്റ് പങ്കിടൽ ഉണ്ടാകണമെന്നും എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് പറയാൻ കഴിയാതെ പോയത്? അപ്പൊ അതോടുകൂടി BJP ഇതിന് അവസരമായി കാത്തുനിന്നു. ഈ അവസരം കൃത്യമായി മുതലെടുക്കാൻ BJPക്ക് കഴിഞ്ഞു. അതുകൊണ്ട് അവരുപയോഗിച്ചു. അതുകൊണ്ട് NDA വീണ്ടും ഹരിയാനയിൽ അധികാരത്തിൽ വരുന്നു. അപ്പൊ ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരു നേതാവായി രാഹുൽ ഗാന്ധി മാറുന്ന കാഴ്ചയാണ്. എന്തിനാണ് KC വേണുഗോപാൽ? എന്തിനാണ്? ഏറ്റവും മോശപ്പെട്ട സംഘാടകൻ, ഈ പറയുന്ന റൗഡിസം കാണിക്കുന്ന സംഘാടകൻ, ഇങ്ങനെ ഒരു സംഘാടകനെ എന്തിനാണ്? ഈ പറയുന്ന പട്ടേലൊക്കെ ഇരുന്ന പൊസിഷനിലാണ് ഇന്ന് ഇദ്ദേഹം ഇരിക്കുന്നത്, KC വേണുഗോപാൽ ഇരിക്കുന്നത്. എന്ത് നേട്ടമുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക്? ശരിക്കും രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിയുടെ പതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് അത് തന്നെയാണ് മണിശങ്കർ അയ്യരും ചോദിച്ചത്. അതെ, പട്ടേൽ ഇരുന്നത് പോലെയുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു റൗഡി അതാണ് അദ്ദേഹം ഈ പറയുന്നത്. കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധിയും പിന്നെ നമ്മുടെ KC വേണുഗോപാലും ഇതിന്റെ ഒരു അച്ചുതണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞ സമയത്ത് പിന്നെ എവിടെയെങ്കിലും മെച്ചപ്പെട്ട നിലയിലേക്ക് എത്താൻ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞിട്ടുണ്ടോ? ഇതേ KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്ന് അദ്ദേഹം രാജിവെച്ച MP സ്ഥാനം, രാജ്യസഭ MP സ്ഥാനം, അതിന് പകരം വന്ന ഒരാൾ ഇന്ന് BJPക്ക് ദാനം കൊടുത്തു ആ സീറ്റ്. ഒടുവിൽ അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് ഇന്ന് BJPയുടെ മന്ത്രിയായി മാറുന്നു. എങ്ങനെ സംഭവിക്കുന്നു ഇത്? അവിടെ ഒരാൾ കൂടുതൽ BJPക്ക് ആകാൻ വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത ഒരാളല്ലേ. ഇതുകൊണ്ട് തന്നെയാണ് ദേശീയ തലത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് നേതാക്കന്മാർ, നിരവധി, നമ്മുടെ പിന്നെ ഹിമന്ത് ബിശ്വ ശർമ്മ ഉൾപ്പെടെ നമ്മുടെ ഇവിടെ ഇവിടെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള ഒരു വലിയ വിഭാഗം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ബീഹാറിൽ നിന്ന് MLA-മാരടക്കം പിന്നെ കോൺഗ്രസിൽ നിന്ന് മാറുന്നു. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതൊക്കെ ദേശീയ നേതൃത്വത്തിന്റെ പരാജയമാണ്. ഇവിടെ ഇനി നമ്മൾ നോക്കുക, കർണാടകയും ഒരു ഘട്ടം കഴിയുമ്പോൾ കർണാടകയിൽ മാറ്റം ഉണ്ടാകും. ഈ മാറ്റമുണ്ടായി അവിടേക്കും BJP പിടിമുറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പം കേരളത്തിന്റെ ഇത് നമുക്കറിയാം, നരസിംഹറാവു ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് ഒരു ശക്തമായ നിലപാടെടുത്തിരുന്നെങ്കിൽ ഇന്ന് BJPക്ക് വളരെ ഒരു മണ്ണ് ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അന്ന് അദ്ദേഹം പറയും, മൻമോഹൻ സിംഗിനെ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്ത് കണ്ടതാണ്
ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത്. കാര്യം എന്താ, മൻമോഹൻ സിംഗ് നമുക്കറിയാം, അദ്ദേഹം വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനും സാമ്പത്തിക വിദഗ്ധനും ഒക്കെയാണ്. പക്ഷേ മൻമോഹൻ സിംഗിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ സ്ട്രോങ് നിലപാടുകൾ എടുക്കാൻ കഴിവില്ലാത്ത ഒരു നേതാവായിരുന്നു മൻമോഹൻ സിംഗ്. അത് പലരും പാവ എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മൻമോഹൻ സിംഗ് പോയി. സോണിയാഗാന്ധി പറയുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന പാവ മാത്രമായിരുന്നു മൻമോഹൻ സിംഗ്. അങ്ങനെയുള്ള മൻമോഹൻ സിംഗിനെ വീണ്ടും അവിടെ കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയ അബദ്ധമായി മാറിയത്. അദ്ദേഹത്തിന് ആയിരുന്നില്ല നേതാവായി കാണേണ്ടിയിരുന്നത്. അതിനുശേഷം ഏതെങ്കിലും ഒരു നേതാവ് വളർന്നു വരാൻ അനുവദിച്ചോ? അദ്ദേഹം ഈ മണിശങ്കർ അയ്യർ പറയുന്നത് ശശി തരൂർ ഓന്തിന്റെ സ്വഭാവമാണെന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ശശി തരൂർ ഈ രീതിയിൽ സംസാരിക്കുന്ന വിദേശകാര്യ മന്ത്രിസ്ഥാനം BJP-യുടെ നേതൃത്വത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ശശി തരൂരിന് ഇപ്പൊ ചുമതല കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചുമതല കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ ശശി തരൂർ ഇപ്പം കോൺഗ്രസ് പാർട്ടി വിട്ടുപോയി ശശി തരൂരിനെതിരായ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അത് കേരളത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും. അത് UDF-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത ആഘാതമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ശശി തരൂരിനെ കേരളത്തിൽ ഇങ്ങനെ ഒരു ചുമതല കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ്. പിടിച്ച് കെട്ടിയിടുക എന്ന് പറയില്ലേ, ആ കെട്ടിയിട്ടിരിക്കുകയാണ് ശശി തരൂരിനെ. കാര്യം ഗതികേട് കൊണ്ട്, കോൺഗ്രസിന്റെ ഗതികേട് അത്രയ്ക്ക് ഗതികേടിലാണ്. ശശി തരൂർ കൂടി മറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. കേരളത്തിലൊരു വലിയ വിഭാഗം, അല്ലെങ്കിൽ പുള്ളി BJP-യിലേക്ക് തന്നെ പോവുള്ളൂ, അല്ല പുള്ളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുമൊന്നുമില്ല. പുള്ളി BJP-യിലേക്ക് തന്നെ പോകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. ദേശീയ തലത്തിൽ പുള്ളിക്ക് യാതൊരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. പുള്ളി ചിന്തിക്കുന്നത് താൻ നിൽക്കേണ്ടി പിന്നെ UN പോലെ ഒരിടത്ത് അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഞാൻ ഇവിടെ വന്നിട്ട് കേരളത്തിന്റെ ഒരു ചെറിയ ഇട്ടാവട്ടത്തിനകത്ത് കിടന്ന് കളിക്കാൻ വേണ്ടി വന്ന ഒരാളല്ല ഞാൻ വന്നത് ദേശീയ തലത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ ഇറങ്ങിയത്. ആ പുള്ളി ഇറങ്ങി 20 വർഷം കൊണ്ട് നമ്മൾ നോക്കിക്കോളൂ, കോൺഗ്രസ് പാർട്ടി ഇന്ന് മറ്റെങ്ങും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയില്ലേ, തകർന്നു പോകുന്നില്ലേ, തകർന്ന് തരിപ്പണമാകുകയല്ലേ ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലില്ല, ബീഹാറിലില്ല, മധ്യപ്രദേശിലില്ല എന്ന് വേണ്ട ഒരിടത്ത് പോലും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് പ്രാധാന്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിപ്പോയി, തകർന്ന് തരിപ്പണമായി പോയി. അപ്പൊ ഇതിലൊക്കെ ആര് കാരണമാണ്? അതെല്ലാം KC കാരണമല്ലേ. എന്ന് മണിശങ്കർ അയ്യരെ കുറ്റം പറയേണ്ട കാര്യമില്ല. മണിശങ്കർ അയ്യരെ അലവലാതി എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അത് സ്വയം തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ പലതും കോൺഗ്രസ് തിരുത്തിയിട്ടില്ല. അതിന്റെ ഒരു വലിയ പ്രതിസന്ധി ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയെ പിന്തുടരുന്നുണ്ട്. നേതൃത്വം തന്നെ മാറേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്നൊക്കെ അത് പിടിച്ചുമാക്കി വേറെ ചുണയുള്ള പയ്യന്മാരുടെ കൊടുക്കട്ടെ, ചുണയുള്ള നല്ല നേതാക്കന്മാരില്ലേ അവരുടെ കൊടുക്കട്ടെ. ഈ പറയുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ പോലെയുള്ള കുറെ ആൾക്കാരെ പിടിച്ചവിടെ ഒന്നിനും വയ്യാത്തവരെ പിടിച്ചവിടെ എത്തുന്നത് എന്തിന്? പ്രിയങ്ക വാദ്രയുടെ പിന്നെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വയനാട്ടിലെത്തിയ സമയത്ത് പോലും അവിടെ പോലും നമ്മൾ കണ്ടത് ഒരു ജാതി വിവേചനമാണ്. പിന്നെ അദ്ദേഹത്തെ പുറത്തിരുത്തുകയായിരുന്നു ചെയ്തത്. ഒരു AICC അധ്യക്ഷനാണ്, പാർട്ടിയുടെ ഈ രാജ്യത്തെ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ്. ആ സമുന്നതനായ നേതാവിനെ പുറത്തിരുത്തിക്കൊണ്ട് റോബർട്ട് വാദ്രയും പ്രിയങ്ക വാദ്രയും സോണിയാഗാന്ധിയും മാത്രം അതിനകത്തോട്ട് കയറിയത്. അതാണോ ചെയ്യേണ്ടിയിരുന്നത്? അതൊന്നും അല്ല. അപ്പൊ പാർട്ടിക്ക് സംഘടനാ ശക്തി ഇല്ല എന്നുള്ള കാര്യം വേറൊരു കാര്യം. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവ് ദുർബലനായ ഒരു നേതാവാണ്. അങ്ങനെ ഒരു നേതാവിനെ കൊണ്ട് കളം പിടിക്കുക എന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് തകർന്ന് തരിപ്പണമായി പോകും. ഇനി ഇതൊക്കെ ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണെന്നേ. ഇതൊക്കെ വെറും തുടക്കം മാത്രമാണ്. ഇനിയും സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇനി ഉണ്ടാവില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു ലോക്സഭ 4 വർഷം കൂടെ കഴിയുമ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ 4 വർഷം കഴിയുമ്പോഴേക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം അലങ്കരിക്കാൻ ഒരു നേതാവ് പോലും കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാവില്ല. പിന്നെ അതിന് കാരണം പറഞ്ഞ് ഈ പറയുന്ന യാത്രകൾ നടത്തി, കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെ നടത്തി. ഈ യാത്രയിൽ എവിടെയെങ്കിലും BJP-ക്ക് പ്രാധാന്യമുള്ള സ്ഥലത്തൂടെ ഈ രാഹുൽ ഗാന്ധി യാത്ര നടത്തിയോ? അന്ന് ഉയർന്ന ഏറ്റവും വലിയ ചോദ്യമാണ്. BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളിലൂടെയും യാത്ര പോയില്ല. ആരെ പേടിച്ചിട്ടാണ്? ഇവിടെ പിന്നെ നമുക്ക് വളരെ അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ കൊടിക്ക് പിന്നെ വിലക്ക് ഏർപ്പെടുത്തിയത്? ആരെ പേടിച്ചിട്ടാണ്? അത് BJP പേടിച്ചിട്ടാണ്. പ്രിയങ്ക ഗാന്ധി വന്നപ്പോഴും അത് തന്നെയല്ല സംഭവിച്ചത്. അപ്പൊ ഇങ്ങനെ BJP-യോട് ഉൾഭയം കൊണ്ട് നടക്കുന്ന നേതൃത്വമാണ് ശരിക്കും കോൺഗ്രസിൻ്റെത്. അത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന ദുർബലന്മാരെ പിടിച്ച് പടിക്ക് പുറത്തിരുത്തണം. എനിക്ക് തോന്നുന്നു പിന്നെ നമ്മുടെ എനിക്കൊന്ന് ദീദിയെ കൊണ്ടുവന്നാൽ മതി. ദീദിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മമതാ ബാനർജി ഇറങ്ങി നിന്ന് BJP-ക്ക് വെല്ലുവിളിക്കാൻ തൃണമൂൽ കോൺഗ്രസ് മതിയെന്നേ. തൃണമൂൽ കോൺഗ്രസ് ആണ് ശരിക്കും പറഞ്ഞ് രാജ്യത്ത് ഇനി മറ്റു ശക്തിയായി മാറേണ്ടത്. ഇങ്ങനെയുടെ തൃണമൂലല്ല, അൻവറിന്റെ തൃണമൂലല്ല, അത് വേസ്റ്റ് ആണ്. ഈ പിന്നെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും BSP-യും അവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് വലിയൊരു സഖ്യം രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. ആ സഖ്യത്തിൽ മാത്രമേ ഇനിയും ഈ രാജ്യത്ത് വേരോട്ടം ഉണ്ടാവുള്ളൂ. അതിന്റെ ഏതെങ്കിലും ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പേരിലുള്ള ഒരു കോൺഗ്രസ് പാർട്ടി അവിടെ കൊണ്ട് നിർത്താം.
രാഹുൽ ഗാന്ധിയും പാടില്ല, വേറെ ഏതെങ്കിലും സച്ചിൻ പൈലറ്റോ അതുപോലുള്ള ഏതെങ്കിലും മികച്ച നേതാക്കന്മാർ അതിൻ്റെ അറ്റത്ത് വന്ന് നിൽക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും മണിശങ്കർ അയ്യർ പറഞ്ഞ വിമർശനം കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കേണ്ടത് ഒരു ആത്മവിമർശനമായിട്ട് തന്നെയാണ്. അതിൽ തിരുത്താൻ വരുന്ന കാര്യങ്ങൾ തിരുത്തുക എന്ന് മാത്രമാണ് പറയാനുള്ളത്.